വിഷ്വൽസും വീഡിയോയും ഫോട്ടോകളും അവരവരെ പ്രദർശിപ്പിക്കലുമൊക്കെ അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ പ്രദർശിപ്പിക്കലുമൊക്കെ വല്ലാതെ കൂടിയൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു അത്ഭുതവും കൗതുകവുമില്ല യഥാർത്ഥത്തിൽ. അത് പിന്നെ കേരളത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നതുകൊണ്ടും അദ്ദേഹം തന്നെയും പറഞ്ഞു അവിടെ, അതായത് നാളെ ഇതൊക്കെ വലിയ ചർച്ചയാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സെൻട്രൈസ് ചെയ്തിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം കറങ്ങുന്നതെന്നൊരു വസ്തുത മാത്രമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകാം, അദ്ദേഹത്തോട് സ്നേഹം കൂടുതലുണ്ടാകാം, പക്ഷേ വസ്തുത മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ തന്നെയും വീഡിയോ ഒക്കെ ഉണ്ടായി നന്നായിട്ട് എഡിറ്റ് ചെയ്തിറക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ ചാനലുകളുടെ അവതാരകർ, യൂട്യൂബ് ചാനലുകളുടെ അവതാരകർ, ചെറിയ ചെറിയ സിനിമാ നടന്മാർ, സിനിമയിൽ അഭിനയിക്കണമെന്ന് വിചാരിക്കുന്ന ആഗ്രഹമുള്ള ആളുകൾ, ഇതൊന്നും അല്ലാത്ത ആളുകൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇടുക. വീട്ടമ്മമാർ, കുടുംബിനികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അങ്ങനെ വ്യത്യാസമില്ലാതെ ഏത് തരത്തിലുള്ള ആളുകളും വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് ഈ സംഘടനയ്ക്ക് തോന്നിയാൽ എന്തെങ്കിലും അത്ഭുതമില്ല. പിന്നെ ആ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അദ്ദേഹം തന്നെ ഈ അരമണിക്കൂർ ഇരുന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് വ്യത്യാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും വലിയ കൗതുകങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല.